ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഇന്നത്തെ പണിമുടക്കിൽ കോഴിക്കോട് നഗരത്തിലെ ഏവരുടെയും ശ്രദ്ധ മിഠായി തെരുവിലായിരുന്നു. കഴിഞ്ഞ ഹർത്താൽ ദിനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വ്യാപാരികൾ കടകൾ തുറന്നു. സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ കുറവായിരുന്നു എങ്കിലും ഇത് മാറ്റത്തിന്റെ തുടക്കമാണെന്ന് വ്യാപാരികൾ. വാർത്ത കാണാം. പ്രധാന വാർത്തകൾക്കു ശേഷം 48 മണിക്കൂർ ദേശീയ പണിമുടക്ക്. ജില്ലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. പൊതുവാഹനങ്ങൾ ഓടിയില്ല. കോഴിക്കോട് മിഠായി തെരുവിൽ മാറ്റത്തിന്റെ തുടക്കം. പണിമുടക്കിനെ തള്ളി വ്യാപാരികൾ. കടകൾ തുറന്നു പ്രവർത്തിച്ചു. ദേശീയ പണിമുടക്കിന് അഭിവാദ്യമർപ്പിച്ച് ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും സംയുക്ത സമരസമിതി പ്രകടനങ്ങൾ. കൊയിലാണ്ടിയിൽ വീണ്ടും ബോംബേറ്. CPM BJP പ്രവർത്തകരുടെ വീടിന് നേരെ ബോംബാക്രമണം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത 48 മണിക്കൂർ പണിമുടക്കിന്റെ ആദ്യ ദിനം ജില്ലയിൽ പണിമുടക്ക് പൂർണ്ണമായി. പൊതുവാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. കടകൾ അടഞ്ഞുകിടന്നു. KSRTC സർവീസുകളും മുടങ്ങി. CITU, INTUC, AITUC എന്നിവ ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ സംഘടനകൾ ആഹ്വാനം ചെയ്ത 48 മണിക്കൂർ പൊതുപണിമുടക്കിന്റെ ആദ്യ ദിനം നഗരത്തെ നിശ്ചലമാക്കി. ചുരുക്കം ചില KSRTC ബസ്സുകൾ ഒഴികെ പൊതുവാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങിയില്ല. ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും ഓടി. ചുരുക്കം ഹോട്ടലുകളും കടകളും തുറന്നു പ്രവർത്തിച്ചു. അക്രമ സാധ്യത മുന്നിൽ കണ്ട് പോലീസ് നഗരത്തിൽ കനത്ത സുരക്ഷ ഒരുക്കി. പണിമുടക്ക് അനുകൂലികൾ ട്രെയിൻ തടയിൽ സമരം നടത്തി. സർക്കാർ ഓഫീസുകളിലും ഹാജർ നില വളരെ കുറവായിരുന്നു. ശബരിമല തീർത്ഥാടനം, പത്രം, പാൽ, ആശുപത്രികൾ, ടൂറിസം എന്നിവയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തി. മുതലക്കുളം മൈതാനത്തു നിന്നും ആരംഭിച്ച പ്രകടനം റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CITU ദേശീയ സെക്രട്ടറി P. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. K. രാജീവ് അധ്യക്ഷനായിരുന്നു. PK നാസർ, അഡ്വക്കേറ്റ് M. രാജൻ, MP പത്മനാഭൻ, EC സതീശൻ, MK പ്രേംനാഥ്, PK മുകുന്ദൻ, KV സൂരി, KV രാമചന്ദ്രൻ, PM ശ്രീകുമാർ തുടങ്ങിയവർ പൊതുയോഗത്തിൽ സംബന്ധിച്ചു. സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ ബേപ്പൂരിലും പ്രകടനം നടന്നു. KV ശിവദാസൻ, N. മുഹമ്മദ് നദീർ, TK അബ്ദുൽ ഗഫൂർ, KP ഹുസൈൻ, U. ബാബു, കലാം കടവാനത്ത്, B. ബഷീർ, PA റഹ്മാൻ, C. നവാസ്, P. ഹസൻ, N. സദു, KT സ്മിജിത്ത് എന്നിവർ നേതൃത്വം നൽകി. പണിമുടക്കിനെ അവഗണിച്ചു കോഴിക്കോട്ടെ വ്യാപാരികൾ. പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായ മിഠായി തെരുവിലും പാളയം പച്ചക്കറി മാർക്കറ്റിലും വലിയങ്ങാടിയിലും ഒട്ടേറെ കടകൾ തുറന്നു പ്രവർത്തിച്ചു. പതിവ് ഹർത്താൽ പണിമുടക്ക് ദിനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഇന്നത്തെ കാഴ്ചകൾ. 2019 വ്യാപാരികൾക്ക് പുതിയ തീരുമാനത്തിൻ്റെതാണ്. അടിക്കടി ഉണ്ടാകുന്ന ഹർത്താലുകൾ വൻ സാമ്പത്തിക ബാധ്യതകൾ വളർത്തുമ്പോൾ ഇനി ഒരു ഹർത്താലിനും പിന്തുണ നൽകില്ലെന്ന സംഘടനകളുടെ തീരുമാനം വ്യാപാരികൾ നെഞ്ചേറ്റി. 48 മണിക്കൂർ ദേശീയ പണിമുടക്കിന്റെ ആദ്യ ദിനം കോഴിക്കോട്ടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായ മിഠായി തെരുവും വലിയങ്ങാടിയും MP റോഡും പാളയം പച്ചക്കറി മാർക്കറ്റും സജീവമായി. ബസ്സുകൾ ഓടാത്തതുമൂലം സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരുടെ തിരക്ക് ഇല്ലായിരുന്നു. 2019 ഹർത്താൽ വിരുദ്ധ വർഷമായി ആചരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഹർത്താലിൽ പങ്കെടുക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി K. സേതുമാധവൻ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് 100% കടകൾ തുറക്കുമെന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഒരു മാറ്റാണിത്.
വലിയൊരു മാറ്റമാണ് മാഡം. ഇതിലേക്ക് ഇറങ്ങി നോക്കിയാൽ കാണാം, പാളയം അന്നരാൾ തുറന്ന് വെച്ച്, പച്ചക്കറി മാർക്കറ്റ് തുറന്ന്, ഫ്രൂട്ട്സ് മേഖല തുറന്ന്, മീൻ മേഖല തുറന്ന്, എല്ലാ മേഖലകളും ഇന്ന് തുറന്ന് പരിപൂർണമായിട്ടും തുറന്ന്. അത് ഞങ്ങൾ വരാനിരിക്കുന്ന നല്ലൊരു നാളെയുടെ ശുഭസൂചകമായ പ്രവർത്തനമാണ് എന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. മുൻപുള്ള ഹർത്താൽ ദിനങ്ങളെ അപേക്ഷിച്ച് ഹർത്താൽ പ്രതീതി ഉണ്ടാകാത്തതാണ് പണിമുടക്കിന്റെ ആദ്യ ദിനം. രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന് ഹർത്താലിനെ തള്ളുക എന്ന ഒറ്റ തീരുമാനത്തിലേക്ക് വ്യാപാരികൾ എത്തിയതിന്റെ തെളിവാണ് സജീവമായ കോഴിക്കോട്ടെ തെരുവ്. ഹർത്താൽ ദിനത്തിൽ തുറന്ന കടകൾ കേരളത്തിന്റെ പ്രതീക്ഷയാണ്. 2019 ഹർത്താലിനെ അവഗണിക്കാനുള്ള തീരുമാനം വ്യാപാരികൾ നടപ്പാക്കി. കോഴിക്കോട് ഹർത്താൽ ദിനത്തിലും സജീവമായ കടകൾക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ രാഹുൽ മക്കടയ്ക്കൊപ്പം നിഷിത സുരേഷ്, ജില്ലാ വാർത്തകൾ. കോഴിക്കോട്ട് വ്യാപാര സ്ഥാപനത്തിന് നേരെ കരിയോയിൽ ആക്രമണം. ഗുജറാത്തി സ്ട്രീറ്റിൽ ശ്രീ ബാലാജി കൊട്ടേച്ചാസിന് നേരെയാണ് കരിയോയിൽ ആക്രമണവും കല്ലേറുമുണ്ടായത്. കഴിഞ്ഞ 25 വർഷത്തോളമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണിത്. ചൊവ്വാഴ്ച രാവിലെയാണ് ശ്രീകാന്ത് കർസൻദാസ് കൊട്ടേച്ചായുടെ ഉടമസ്ഥതയിൽ ഗുജറാത്തി സ്ട്രീറ്റിൽ പ്രവർത്തിക്കുന്ന ശ്രീ ബാലാജി കൊട്ടേച്ചാസ് എന്ന ഇരുനില കെട്ടിടത്തിന് നേരെ ആക്രമണമുണ്ടായത്. രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ 6:30 ഉടമസ്ഥനായ ശ്രീകാന്ത് കൊട്ടേച്ച തന്നെയാണ് കെട്ടിടം കരിയോയിൽ കുളിച്ച നിലയിൽ കണ്ടത്. വശങ്ങളിലുള്ള ജനൽ ചില്ലുകളും കല്ലേറിൽ തകർന്നു. കെട്ടിടത്തിൽ തന്നെയുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഹെൽമറ്റ് ധരിച്ച 2 പേർ ചേർന്നാണ് ആക്രമണം നടത്തിയതെന്ന് മനസ്സിലായതായും പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നുവെന്നും സ്ഥാപന ഉടമ ശ്രീകാന്ത് കർസൻദാസ് കൊട്ടേച്ച പറഞ്ഞു. ഇന്ന് രാവിലെ 6:30 മണിക്ക് ഞാൻ ആസ് യൂഷ്വൽ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഓഫ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഞാൻ കണ്ടത് ഈ ഓയിലിട്ടതും എൻ്റെ അവിടുത്തെ ഗ്ലാസ് പൊളിച്ചതും, അങ്ങനെ ഞാൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്കാണ് വിളിക്കുന്നത്. 4 ക്യാമറ ഉണ്ട്, എൻ്റെ CCTV ക്യാമറ എൻ്റെ ബിൽഡിങ്ങിൽ തന്നെ. അതൊക്കെ ചെക്ക് ചെയ്ത ശേഷം ഒരു എന്താണ് കൺക്ലൂഷൻ എത്തിയത് അവർ പിന്നെ അവർക്ക് പറയായിരിക്കും. പക്ഷേ എന്ത് വിധത്തിലാണ് ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. സംഭവത്തിൽ ആരെയും സംശയിക്കുന്നില്ലെന്നും ഇവിടെ തന്നെ ജനിച്ചു വളർന്ന തനിക്ക് ശത്രുക്കളില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ 25 വർഷമായി അടയ്ക്ക കച്ചവടവും ലോറി ട്രാൻസ്പോർട്ട് ഓഫീസും നടത്തിവരികയാണ് ഈ സ്ഥാപനത്തിൽ. കൊയിലാണ്ടിയിൽ വീണ്ടും ബോംബേറ്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് CPM BJP പ്രവർത്തകരുടെ വീടിന് നേരെ സ്റ്റീൽ ബോംബ് ആക്രമണം നടന്നത്. വീടിന്റെ ജനൽ ചില്ലുകളും വാതിലും തകർന്നു. കൊയിലാണ്ടി CI ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസവും സമാനമായ സംഭവം നടന്നിരുന്നു. കൊയിലാണ്ടിയിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ വീടിനു നേരെ വീണ്ടും ആക്രമണം. CPM BJP നേതാക്കളുടെ വീടിനു നേരെയാണ് ബോംബേറ് നടന്നത്. CPM നഗരസഭാ കൌൺസിലർ ഷിജുവിന്റെ വീടിനു നേരെയും BJP നിയോജക മണ്ഡലം സെക്രട്ടറി മുകുന്ദന്റെ വീടിനു നേരെയുമാണ് സ്റ്റീൽ ബോംബ് എറിഞ്ഞത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലെ ഇത്തരത്തിൽ വീടുകൾക്ക് നേരെ ബോംബേറ് നടന്നിരുന്നു. പുലർച്ചെ 3-നാണ് ഷിജുവിന്റെ വീടിന് ബോംബേറുണ്ടായത്. തുടർന്ന് 5 മണിക്ക് മുകുന്ദന്റെ വീടിനു നേരെയും ബോംബേറുണ്ടായി. വീടുകളുടെ ജനൽച്ചില്ലുകളും വാതിലുകളും തകർന്നു. 2 സംഭവങ്ങളിലും ആർക്കും പരിക്കില്ല. കൊയിലാണ്ടി CI ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി. ഇപ്പം മണ്ഡലത്തിന്റെ ചില ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായെങ്കിലും ഇങ്ങനെ പരക്കെ ആക്രമണം നടത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്താണ് ഇങ്ങനൊരു സംഭവങ്ങൾ വന്നത്. ഇന്നിപ്പോൾ കുറവങ്ങാട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, ഇതിനു മുമ്പും ഉണ്ടായിട്ടില്ല. പക്ഷേ കുറവങ്ങാട് ഇതിൻ്റെ ആക്രമണത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ് ഇവിടെ BJPക്കാർ ചെയ്തിരിക്കുന്നത്. അത് ശരിയായ ഒരു സമീപനമല്ല. കഴിഞ്ഞ ദിവസം വിയ്യൂരിൽ BJP പ്രവർത്തകൻ കൊയിലി അതുലിന്റെ വീടിനു നേരെയും ബോംബേറ് നടന്നിരുന്നു. പ്രദേശത്ത് പോലീസ് ശക്തമായ കാവൽ ഏർപ്പെടുത്തി. ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ബോംബേറ് നടന്ന വീടുകൾ സന്ദർശിച്ചു. വാർത്തകളിൽ ഇടവേള. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബ്ലൂ മൂൺ ഡയമണ്ട് ഫെസ്റ്റ് ഡിസംബർ 1 മുതൽ 31 വരെ ലോകോത്തര നിലവാരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ സ്റ്റോക്കും സെലക്ഷനും. ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫേഴ്സ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 25 ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം. 10,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഊട്ടി, മൂന്നാർ, തേക്കടി, ആലപ്പുഴ എന്നിവിടങ്ങളിലെ റിസോർട്ടുകളിൽ സൗജന്യ താമസം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഹായ് ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്ന് കണ്ണടക്ക്, തുറന്നോളൂ. എന്താ ഇതാണ് കോംബോ. കല്യാൺ സിൽക്സിന്റെ കോംബോ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കോംബോ ഉത്സവം. നേടൂ 3 ഇരട്ടി ലാഭം ഓരോ ഷോപ്പിംഗിലും ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹായ്, അവിടുത്തെ വിശേഷം പറയൂ. കണ്ണടയ്ക്ക്. ഇതിലും വലിയ കോംബോ ഓഫർ കല്യാൺ സിൽക്സ്.
ചരിത്ര നഗരിക്ക് ആഘോഷമധുരിമ സമ്മാനിച്ചുകൊണ്ടിത് തീരദേശ രക്ഷാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ഫൺവേൾഡ് ബാംഗ്ലൂരുമായി കൈകോർത്തുകൊണ്ട് സമർപ്പിക്കുന്നു മഴവിൽ കാർണിവൽ. മഴവിൽ കാർണിവൽ കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ ഡിസംബർ 14 മുതൽ. പ്രദർശനം എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതൽ രാത്രി 9:30 വരെ. കൺസ്യൂമർ സ്റ്റാളുകൾ, ഓട്ടോ ഷോ, ഫുഡ് കോർട്ട്, അമ്യൂസ്മെന്റ് പാർക്ക്, ആനിമട്രോണിക് ആനിമൽസ് തുടങ്ങി കാണാനും അറിയാനും ആസ്വദിക്കാനും ആനന്ദിക്കാനും നിരവധി വിസ്മയങ്ങളുമായി മഴവിൽ കാർണിവൽ ഡിസംബർ 14 മുതൽ കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ. ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ട്. കല്യാണം ബോറായാൽ എല്ലാവരും ഇങ്ങനെയാ പറയുക. നീ നിന്റെ കല്യാണം ഇങ്ങനെയാക്കല്ലേ? എന്റെ കല്യാണം എന്താ? നിന്റെ കല്യാണം എങ്ങനെയാവും? എന്റെ കല്യാണം അതൊരു ഉത്സവമായിരിക്കും. നിറങ്ങളും ആഘോഷങ്ങളും നിറഞ്ഞ കളിയും ചിരിയും ആട്ടവും പാട്ടും. ശബ്ദഘോഷങ്ങളും പ്രതീക്ഷകളും തുളുമ്പുന്ന, വിശ്വാസവും സ്നേഹവും എന്നേക്കും വാഗ്ദാനം നൽകുന്ന വലിയൊരു ഉത്സവം. എനിക്കും കല്യാണം കഴിക്കണം. പക്ഷെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലേ? Brides of India. Celebration Bridal Jewelry by Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ വിത്തെടുത്ത് കുത്തുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം. ദേശീയ പണിമുടക്കിന് അഭിവാദ്യമർപ്പിച്ച് FITU അസറ്റ് സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ പണിമുടക്കിൽ അണിചേർന്ന തൊഴിലാളികൾക്കും ജീവനക്കാർക്കും അഭിവാദ്യം അർപ്പിച്ച് FITU അസറ്റ് സംയുക്ത സമരസമിതി കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുതലക്കുളത്തു നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് നടമാടുന്ന സാമ്പത്തിക പാപ്പരത്വത്തിന്റെ ഫലം അനുഭവിക്കുന്നത് തൊഴിലാളികളാണെന്ന് അദ്ദേഹം പറഞ്ഞു. സാമ്പത്തിക ഭദ്രതയുടെ വിത്തെടുത്ത് കുത്തുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്നും റിസർവ് ബാങ്കിനെ അടക്കം കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കുകയാണ് മോദി ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 6.5 ലക്ഷം കോടി അദാനിമാർക്കും അംബാനിമാർക്കും വിജയമല്യമാർക്കും അവർക്ക് നികുതി ഇളവ് പ്രഖ്യാപിക്കുമ്പോൾ നരേന്ദ്രമോദി എന്ന കോർപ്പറേറ്റ് മുതലാളിമാരുടെ കൂട്ടുകാരൻ അദ്ദേഹം ഇവിടെയുള്ള പാവപ്പെട്ടവർക്ക് സബ്സിഡി പ്രഖ്യാപിച്ചത് കേവലം 2.5 ലക്ഷം കോടി മാത്രമായിരുന്നു. അഥവാ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്ന ഇളവിന്റെ 1/3 മാത്രമായിരുന്നു നരേന്ദ്രമോദി ഇവിടെയുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുത്തത്. സംയുക്ത സമരസമിതി ചെയർമാൻ PC മുഹമ്മദ് കുട്ടി അധ്യക്ഷനായിരുന്നു. NV അബ്ദുറഹിമാൻ, അസറ്റ് ജില്ലാ പ്രസിഡന്റ് K നൂഹ്, വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അസ്ലം ചെറുവാടി, സംസ്ഥാന സമിതി അംഗം PC ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. വിവിധ സംഘടനാ നേതാക്കളായ VP അഷ്റഫ്, TK മാധവൻ, TC സജീർ, KG മുജീബ്, അസ്ഹർ അലി വടകര, മുസ്തഫ പാലാഴി, MA ഖയ്യൂം തുടങ്ങിയവർ നേതൃത്വം നൽകി. വനിതാ ജീവനക്കാരുൾപ്പെടെ 100-ലേറെ പേർ മാർച്ചിലും ധർണയിലും പങ്കെടുത്തു. നിപ്പ, വെള്ളപ്പൊക്ക കെടുതികൾ എന്നിവ ഉണ്ടായപ്പോൾ ഒറ്റക്കെട്ടായി നിന്ന് മാതൃക കാണിച്ചതുപോലെ ഹർത്താൽ വിരുദ്ധ കൂട്ടായ്മയിലും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് വ്യാപാരി നേതാവ് T നസ്രുദ്ദീൻ. പണിമുടക്ക് ദിവസം നിർബന്ധിച്ച് കടകൾ അടപ്പിക്കാത്തത് പുതിയ തുടക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ പണിമുടക്ക് ദിവസങ്ങളിൽ കടകൾ അടച്ചിടാൻ ഒരു വ്യാപാരിയെയും നിർബന്ധിക്കില്ലെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രസ്താവന പുതിയ തുടക്കമാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T നസ്രുദ്ദീൻ പറഞ്ഞു. പണിമുടക്ക് ദിവസം എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടാൽ വ്യാപാരികൾക്ക് മോട്ടോർ സൈക്കിളിൽ റോന്തിയുറ്റുന്ന യൂത്ത് വിംഗ് ബ്ലൂ വോളണ്ടിയർ സേനയെ അറിയിക്കാമെന്നും ഇവർ മേലഘടകങ്ങളോട് ബന്ധപ്പെട്ട് ആവശ്യമായ നടപടി കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുമുതൽ നശിപ്പിച്ചാൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കി മാത്രമേ ജാമ്യം പോലും കൊടുക്കാവൂ എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശത്തിന്റെ പരിധിയിൽ സ്വകാര്യ ബസ്സുകളും ലോറികളും കടകളും സ്ഥാപനങ്ങളും നശിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനുള്ള ഓർഡിനൻസ് തയ്യാറാക്കിയ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുന്നതായും നിപ്പ വൈറസ്, വെള്ളപ്പൊക്ക കെടുതികൾ എന്നിവ ഉണ്ടായപ്പോൾ ഒറ്റക്കെട്ടായി നിന്ന് മാതൃക കാണിച്ചതുപോലെ ഹർത്താൽ വിരുദ്ധ കൂട്ടായ്മയിലും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു.
ഉപകരണ കലാകാരന്മാരുടെ ക്ഷേമത്തിനായി രൂപീകരിച്ച മ്യൂസിക് ഇൻസ്ട്രുമെന്റ് പ്ലെയേഴ്സ് അസോസിയേഷന്റെ പ്രഥമ പരിപാടി താളവാദ്യലയം 2019 വ്യാഴാഴ്ച ടൗൺ ഹാളിൽ നടക്കും. കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിലാണ് ഇവർ ഇക്കാര്യം പറഞ്ഞത്. ഉപകരണ കലാകാരന്മാരുടെ ക്ഷേമത്തിനും തൊഴിൽ സംരക്ഷണത്തിനും അവശ കലാകാരന്മാർക്ക് സഹായം എത്തിക്കുന്നതിനും മ്യൂസിക് ഇൻസ്ട്രുമെന്റ് പ്ലേയേഴ്സ് അസോസിയേഷൻ എന്ന പേരിൽ സംഘടന രൂപീകരിച്ചു. സംഘടനയുടെ പ്രഥമ പരിപാടി താളവാദ്യലയം 2019 വ്യാഴാഴ്ച വൈകിട്ട് 5:30 ടൗൺ ഹാളിൽ നടക്കും. സംഗീത ഉപകരണ കലാകാരന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം കണ്ടെത്താനും കൂട്ടായ്മ ശ്രമം നടത്തും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് CH വിജയകുമാർ, വൈസ് പ്രസിഡന്റ് P അജിത് ബാബു, സെക്രട്ടറി സജി ജോൺ, ജോയിന്റ് സെക്രട്ടറിമാരായ ശ്രീകാന്ത് ഹരിദാസ്, അനിരുദ്ധൻ, ട്രഷറർ M ശ്രീവത്സൻ, M സജേഷ് എന്നിവർ പങ്കെടുത്തു. 4ാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് ജനുവരി 10 തുടക്കമാകും. 13 വരെ കോഴിക്കോട് ബീച്ചിൽ കല, സാഹിത്യം, രാഷ്ട്രീയം, സിനിമ, ഫിലോസഫി, പരിസ്ഥിതി തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും അരങ്ങേറും. DC കിഴക്കേ മുറി ഫൗണ്ടേഷൻ സർക്കാരിന്റെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ജനുവരി 10 മുതൽ 13 വരെ കോഴിക്കോട് ബീച്ചിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 10 രാവിലെ മുതൽ സെഷനുകൾ ആരംഭിക്കും. വൈകിട്ട് 6 MT വാസുദേവൻ നായർ 4ാമത് KLF തിരിതെളിയിക്കും. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ഫെസ്റ്റിവൽ ഡയറക്ടർ സച്ചിദാനന്ദൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. കല, സാഹിത്യം, രാഷ്ട്രീയം, സിനിമ, ഫിലോസഫി, പരിസ്ഥിതി തുടങ്ങിയ വിഷയങ്ങൾ KLF വേദികളിൽ ചർച്ച ചെയ്യും. മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാർക്കൊപ്പം സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ, ചിന്തകർ, ഓസ്കാർ പുരസ്കാര ജേതാക്കൾ, ബുക്കർ പ്രൈസ് ജേതാക്കൾ, ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ എന്നിവർ പങ്കെടുക്കും. നിരവധി വിദേശ അതിഥികളും മേളയിലെത്തും. പ്രളയാനന്തര കേരളത്തിന്റെ നവനിർമ്മാണം, ആധുനിക ഭാരത ശില്പികൾ, ആധുനിക കേരളത്തിന്റെ ശില്പികൾ, സ്ത്രീ സമൂഹം, മുന്നേറ്റങ്ങൾ, വെല്ലുവിളികൾ, ലൈംഗിക ന്യൂനപക്ഷങ്ങൾ, ദളിത് മുന്നേറ്റം, ശാസ്ത്രം, സാഹിത്യം, കല, രാഷ്ട്രീയം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ സെഷനുകൾ നടക്കും. ഫിലിം ഫെസ്റ്റിവൽ, പോയട്രി ഫെസ്റ്റിവൽ, ഫോട്ടോ എക്സിബിഷൻ എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട്. സ്പാനിഷ് ക്ലാസിക്കായ ഡോൺ കിക്സോട്ടിനെ അടിസ്ഥാനമാക്കിയുള്ള കഥകളിയും L സുബ്രഹ്മണ്യത്തിന്റെ ലൈവ് കൺസർട്ടും സൂഫി സന്ധ്യയും റഷ്യൻ സംഗീതവുമെല്ലാം വൈകുന്നേരങ്ങളിലെ സാംസ്കാരിക പരിപാടികളിൽ അരങ്ങേറുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഫെസ്റ്റിവൽ ഡയറക്ടർ K സച്ചിദാനന്ദൻ, ചീഫ് ഫെസിലിറ്റേറ്റർ രവി DC, ജനറൽ കൺവീനർ AK അബ്ദുൽ ഹക്കീം, KV ശശി എന്നിവർ പങ്കെടുത്തു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബ്ലൂ മൂൺ ഡയമണ്ട് ഫെസ്റ്റ് ഡിസംബർ 1 മുതൽ 31 വരെ ലോകോത്തര നിലവാരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ സ്റ്റോക്കും സെലക്ഷനും, ക്രിസ്തുമസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫേഴ്സ്, ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്, 25 ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം, 10,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം, 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഊട്ടി, മൂന്നാർ, തേക്കടി, ആലപ്പുഴ എന്നിവിടങ്ങളിലെ റിസോർട്ടുകളിൽ സൗജന്യ താമസം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. രോഗം വന്ന് കൂമ്പടഞ്ഞ് വാഴയാണിത്. ഈ അഗ്രോകെയർ ഉപയോഗിച്ച ശേഷമാണ് കൊലച്ചത്. വാഴപ്പോളയ്ക്ക് ഈ ചുവപ്പ് നിറം വരുന്ന കൊക്കാൻ രോഗമുണ്ട്. അത് വന്ന വാഴയ്ക്ക് ഇത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വരുന്നുണ്ട്. ഈ വാഴയ്ക്ക് അഗ്രോകെയർ ഒഴിക്കാൻ മരുന്ന് അടിക്കാൻ തുടങ്ങിയ ശേഷം ഇതിനകത്ത് പന്നി തീരെ വരുന്നില്ല. അല്ലെങ്കിൽ ഇത്ര സമയം കൊണ്ട് ഈ വാഴയെല്ലാം കുത്തി പന്നി നശിപ്പിച്ച് കളയാറുണ്ട്. അഗ്രോകെയർ ഉൽപാദകർ നാനോ മിനി ഫാർമ LLP, ജവഹർ നഗർ, കോഴിക്കോട്. മൊബൈൽ 9447177058 9495977058. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു ആർട്ടിസ്ട്രി ബ്രാൻഡഡ് ജ്വല്ലറി ഷോ. ജനുവരി 5 മുതൽ 13 വരെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ കോഴിക്കോട് റാം മോഹൻ റോഡിലുള്ള ഷോറൂമിൽ ഗോൾഡ്, ഡയമണ്ട്, പ്രഷ്യസ് സ്റ്റോൺ എന്നിവയിൽ വിദഗ്ധ കലാകാരന്മാർ തീർത്ത ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. ഒപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ ഡിസ്കൗണ്ടുകളും. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് ലോക് താന്ത്രിക് ജനതാദൾ ജനുവരി 31 രാജ്ഭവൻ മാർച്ച് നടത്തും. ഇതിന്റെ പ്രചരണാർത്ഥം ഫറൂഖിൽ സായാഹ്ന ധർണ നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ ജനുവരി 31 നടത്തുന്ന രാജ്ഭവൻ മാർച്ചിന്റെ പ്രചരണാർത്ഥം ലോക് താന്ത്രിക് ജനതാദൾ സായാഹ്ന ധർണ നടത്തി. ബേപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ഫറോക്ക് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സായാഹ്ന ധർണ ലോക് താന്ത്രിക് ജനതാദൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റുകളൊക്കെ തന്നെ രാസവളങ്ങൾക്കും അതുപോലുള്ള മറ്റ് കാർഷിക യന്ത്രങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ അടിക്കടി വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രസിഡന്റ് MM മുസ്തഫ അധ്യക്ഷം വഹിച്ചു. PC സന്തോഷ്, V അബ്ദുൾ അലി, പട്ടത്തിൽ ബാലകൃഷ്ണൻ, AP ശിവദാസൻ, P കൃഷ്ണദാസൻ, KSA ജലാലുദ്ദീൻ തങ്ങൾ എന്നിവർ സംസാരിച്ചു.
പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ച് വിവിധ മത്സരങ്ങളോടെ പ്രേം നസീർ അനുസ്മരണം സംഘടിപ്പിക്കുന്നു. ജനുവരി 13 മുതൽ 16 വരെ നഗരത്തിലെ വിവിധ വേദികളിലാണ് പരിപാടികൾ നടക്കുകയെന്ന് സംഘാടകരായ പ്രേം നസീർ സാംസ്കാരിക വേദി പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രേം നസീർ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ പ്രേം നസീറിന്റെ 30ാം ചരമവാർഷികാനുസ്മരണം നടത്തുന്നു. ജനുവരി 13 മുതൽ 16 വരെ നടത്തുന്ന പരിപാടിയിൽ പൊതുജനങ്ങൾക്ക് വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. 13-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് സ്പോർട്സ് കൌൺസിൽ ഹാളിൽ ഗാനാലാപന മത്സരവും വൈകിട്ട് 6-നും 14-ന് ഉച്ചയ്ക്ക് ശേഷവും സിനിമാ പ്രദർശനവും നടക്കും. 15-ന് രാവിലെ കരോക്കെ മത്സരവും വിഷ്വൽ ഗാനമാലികയും 16-ന് ഉച്ചയ്ക്ക് 3 മണിക്ക് പ്രസംഗ മത്സരവും നടത്തും. കൂടാതെ മലയാള സിനിമയുടെ നവതിയുടെ ഭാഗമായി ടൗൺ ഹാളിൽ 90 സിനിമകളുടെ പോസ്റ്റർ പ്രദർശനം ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ സാംസ്കാരിക വേദി സെക്രട്ടറി രാജൻ തടായി, KV സുബേർ, ദിവാകരൻ തമറ്റാട്ട്, ഷാജി പത്തിപ്പറമ്പിൽ എന്നിവർ സംബന്ധിച്ചു. തളി ബ്രാഹ്മണ സമൂഹത്തിലെ ശാസ്താ പ്രീതി മഹോത്സവം ഭക്ത്യാദരപൂർവ്വം നടന്നുവരികയാണ്. കേരളത്തിലെ മിക്ക തമിഴ് ബ്രാഹ്മണ അഗ്രഹാരങ്ങളിലും മഠങ്ങളിലും ഹരിഹരപുത്രനായ ധർമ്മശാസ്താവിനെയാണ് കുലദേവമായും ഗ്രാമദേവമായും ആരാധിച്ചു വരുന്നത്. തളി ബ്രാഹ്മണ സമൂഹ മഠത്തിലെ ഈ വർഷത്തെ ശാസ്താപ്രീതി മഹോത്സവം ജനുവരി 5 മുതൽ 13 വരെ വിപുലമായി ആഘോഷിക്കുകയാണ്. ജനുവരി 12-ന് ശനിയാഴ്ചയാണ് ശാസ്താപ്രീതി. ഇതോടനുബന്ധിച്ച് മഹാരുദ്രയജ്ഞം, നവഗ്രഹ ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഐക്യമത്യ സൂക്ത ഹോമം, വെങ്കടജലപതി പൂജ, പാനക പൂജ, സത്യനാരായണ പൂജ, സുദർശന ഹോമം, വേദപാരായണം എന്നീ വൈദിക ചടങ്ങുകളും എല്ലാ ദിവസവും സാംസ്കാരിക പരിപാടികളും നടക്കും. 12-ന് വൈകിട്ട് PS രാമചന്ദ്ര ഭാഗവതർ എറണാകുളത്തിന്റെ നേതൃത്വത്തിൽ ഭജനോത്സവവും, 13-ന് ഞായറാഴ്ച രാവിലെ പൂർണ്ണ പുഷ്പകലാംബ സമേത ഹരിഹരപുത്ര തിരുകല്യാണവും, വൈകിട്ട് തിരുവനന്തപുരം കരമന ചിലന്തിവര ശ്രീധർമ്മശാസ്ത്ര ഭജന മണ്ഡലിയുടെ ശാസ്താംപാട്ടോടുകൂടി ശാസ്ത്രവേദി മഹോത്സവം സമാപിക്കും. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് P ധർമ്മരാജൻ, സെക്രട്ടറി VP രവി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടന്നുവരുന്നത്. മാട്ടി മുഹമ്മദിന്റെ ചിത്ര പ്രദർശനം അടയാളം ജനുവരി 10 മുതൽ 13 വരെ കോഴിക്കോട് ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കും. 50ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കുകയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അടയാളം എന്ന പേരിലുള്ള ചിത്ര പ്രദർശനം വ്യാഴാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിലാണ് നടക്കുന്നത്. ഭിന്നശേഷിക്കാരനായ ചിത്രകാരൻ മാട്ടി മുഹമ്മദാണ് പ്രദർശനം ഒരുക്കുന്നത്. ഡെപ്യൂട്ടി മേയർ മീര ദർശക് പ്രദർശനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചിത്രകാരൻ പോൾ കല്ലാനോട്, KA സെബാസ്റ്റ്യൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. മുഹമ്മദ് മുസ്തഫ, NV നിഷാദ്, മൊയ്തീൻ കോയ തോട്ടശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കഴിഞ്ഞ 20-ലേറെ വർഷങ്ങളായി കോഴിക്കോട്ട് വിദ്യാഭ്യാസ, സാമൂഹ്യ, കലാ, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഫിയസ്കയുടെ പുതുവത്സര ക്രിസ്മസ് ആഘോഷങ്ങൾ എരഞ്ഞിപ്പാലം നവജീവന ഹാളിൽ നടന്നു. കവി PK ഗോപി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഫാദർ ആൽഫ്രഡ് VC ക്രിസ്മസ് ആശംസകൾ നേർന്നു. ക്രിസ്മസ് പുതുവത്സര കേക്ക് കട്ടിംഗ്, പുതിയ അംഗങ്ങൾക്ക് സ്വീകരണം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് PK ഗോപിക്ക് അനുമോദനം, ശ്രുതിവേദി സാംസ്കാരിക അവാർഡ് ജേതാവ് ഫാദർ ആൽഫ്രഡ് VCക്ക് അനുമോദനം, ന്യൂ ഇയർ ക്രിസ്മസ് ലക്കി വിന്നർ ഡ്രോ, വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം തുടങ്ങിയ വ്യത്യസ്തതയാർന്ന പരിപാടികളോടെയാണ് ആഘോഷങ്ങൾ നടന്നത്. ഫിയസ്ക കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. പ്രസിഡന്റ് ഡോക്ടർ M അബ്ദുൽ ലത്തീഫ്, സെക്രട്ടറി അഡ്വക്കേറ്റ് KP ബഷീർ, ട്രഷറർ MK ബാലകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. ലോഗോൺ www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 48 മണിക്കൂർ ദേശീയ പണിമുടക്ക്. ജില്ലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. പൊതുവാഹനങ്ങൾ ഓടിയില്ല. കോഴിക്കോട് മിഠായിത്തെരുവിൽ മാറ്റത്തിന്റെ തുടക്കം. പണിമുടക്കിനെ തള്ളി വ്യാപാരികൾ. കടകൾ തുറന്നു പ്രവർത്തിച്ചു. ദേശീയ പണിമുടക്കിന് അഭിവാദ്യമർപ്പിച്ച് ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും സംയുക്ത സമരസമിതി പ്രകടനങ്ങൾ. കൊയിലാണ്ടിയിൽ വീണ്ടും ബോംബേറ്. CPM BJP പ്രവർത്തകരുടെ വീടിന് നേരെ ബോംബാക്രമണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.